ഓക്കെ, നമുക്ക് ആരംഭിക്കാം. ഇന്ത്യക്കാരനാണോ താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി? അല്ല. ഭാരതീയൻ? അതെ. കമലഹാസൻ? അല്ലല്ല. മലയാളി? അല്ല. നേപ്പാളി, എരപ്പാളി, വഴക്കാളി അങ്ങനെ എന്തെങ്കിലും സ്വഭാവമുള്ള വ്യക്തി? അങ്ങനെയുള്ള ആളൊന്നുമല്ല. പുരുഷൻ? പുരുഷനാ. വെട്ടൂർ പുരുഷൻ? അല്ല. താങ്കൾ വിവാഹിതനാണോ? അല്ല. കുട്ടികൾ? 4 പേര്. കലാസാഹിത്യം, സാമൂഹിക, മതപരം, ആത്മീയം ഇതിൽ ഏതെങ്കിലും ഒന്നാണോ അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല? അല്ല. രാഷ്ട്രീയം, രാജാവ്, പടയാളി, സ്വാതന്ത്ര്യ സമര സേനാനി? അതെ. സ്വാതന്ത്ര്യ സമര സേനാനിയാണോ? അറിയാല്ലേ, ഇന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചേ. സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അല്ലേ? അദ്ദേഹം ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട് അല്ലേ പേഴ്സൺ? ഉണ്ടോ? ഉണ്ടായിരിക്കും. ഉണ്ടായിരിക്കണം, ഒന്നും പാടില്ല. ഞങ്ങൾ ഈയിടെയായിട്ട് കണ്ടുമില്ല, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അവരൊന്ന് ചോദിക്കും. ഉണ്ടായിരിക്കും അപ്പാ. ഉണ്ടായിരിക്കും. ഉണ്ടായിരിക്കും. ഓക്കെ, ഉണ്ടായിരിക്കും എന്നാണ്. ഇല്ല ഇല്ല, സത്യമായിട്ടും ഇല്ല. ഇല്ല? ഉണ്ടോ? ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഇല്ലായിരിക്കും അല്ലേ? ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്, അത്രേ ഉള്ളൂ. എനിക്ക് നമുക്ക് എന്തുകൊണ്ടും ഞാൻ പറയാൻ തയ്യാറാ. ഓക്കെ, ഉണ്ട് എന്നാണ് ഉത്തരം അല്ലേ? ഉണ്ടോ 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 പറഞ്ഞോളൂ. ഞാൻ പറയണല്ലേ? ഉണ്ടില്ല പോ. പക്ഷെ എന്റെ ചോദ്യം അതല്ല പേഴ്സൺ, ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, ഏതെങ്കിലും ഒന്ന് പറയുക. ഉല്ല. മലയാള സാഹിത്യത്തിന് ഒരു പുതിയ വാക്ക് സമ്മാനിച്ചിരിക്കുകയാണ് പേഴ്സൺ, ഉല്ല. മിസ്റ്റർ പേഴ്സൺ, എന്താ? ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചോദിക്ക്. ഒന്നാനാം കുന്നുമേൽ ഓരടി കുന്നുമേൽ 1000 കിളി കൂടി വെച്ചു, കൂട്ടിനിളങ്കിളി താമരപ്പങ്കിളി താന്നിരുന്നാടുന്ന പൊന്നോല. എന്തു മനസ്സിലായി? അത്ര പത്ര തവലാജി ചുക്കുണി താറാമാനം കോട്ട എല്ലാം മനസ്സിലായോ? ഇല്ല. ഇതുപോലെ തന്നെ എനിക്കൊന്നും മനസ്സിലായില്ല. എന്തെങ്കിലും പറയുമ്പോൾ കിടക്കിടക്കിടക്കിടക്കിടാന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ പോരാ, ഇടയ്ക്കൊക്കെ ഒരു ശ്വാസം വിടാം. ശ്വാസം വിടുന്നത് നല്ലതാ. ഓക്കെ അല്ലേ? ശ്വാസം വിടുന്നത് നല്ലതാണ്. ഓക്കെ, എൻ്റെ അടുത്ത ചോദ്യം. താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി ഒരു അല്പവസ്ത്രധാരിയാണോ? മനസ്സിലായില്ല. ലോകപ്രശസ്ത നടിമാരെ പോലെ ഷക്കീലെ മറിയൻ, സിന്ധുവിനെ മിസ്റ്റർ പേഴ്സൺ, ഷക്കീലെ മറിയൻ രേഷ്മയും സിന്ധുവിനെയും പോലെ വളരെ കുറച്ച് വസ്ത്രങ്ങൾ മാത്രം ധരിക്കുന്ന വ്യക്തിയാണോ താങ്കളുടെ മനസ്സിലുള്ളത്? അതെ. ആണ് അല്ലേ? അദ്ദേഹം ഒരു കരണത്തടിച്ചപ്പോൾ മറുകരണം കാണിച്ചു കൊടുത്ത വ്യക്തിയാണോ? അതെ. യെസ് അല്ലേ? നോ. നോ? യെസ് അല്ലേ? യെസ് യെസ് അല്ലേ? നോ 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 നോ. നോയാണ്. നോ ഇല്ലല്ലോ, യെസ് അല്ലേ? യെസ് അല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. യെസ് ആണെങ്കിൽ ചിലപ്പോൾ നോ ആയിരിക്കും, ചിലപ്പോൾ എന്നാ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഒരു നോ പോലെ തോന്നുന്നു. ഓക്കെ പേഴ്സൺ, ഞാൻ സൂക്ഷിച്ച് നോക്കുന്നില്ല, പറഞ്ഞോളൂ. യെസ് യെസ് യെസ്. നോ അല്ല, യെസ് നോയും പറഞ്ഞോളൂ. എൻ്റെ ദൈവം, ഇത് വരണ്ടല്ല. യെസും നോയും എല്ലാം സ്നോ. മിസ്റ്റർ പെറ്റ്സൺ, യെസ് ഓർ നോ ഇതിലേതെങ്കിലും ഒന്ന് പറയുക. അദ്ദേഹത്തിന്റെ കയ്യില് അദ്ദേഹത്തിന് താങ്ങായി തണലായി എന്തെങ്കിലും ഉണ്ടായിരുന്നു പെറ്റ്സൺ? ഉണ്ടായിരുന്നു. ഈ ലോകപ്രശസ്ത കോമഡി താരം ചാർലി ചാപ്ലിന്റെ തലയിലൊരു തൊപ്പിമാരെ വിസ്മയിപ്പിക്കാൻ, ചിരിപ്പിക്കാൻ, രസിപ്പിക്കാൻ കയ്യിലൊരു സ്റ്റിക്കും ഉണ്ടായിരുന്നു. അതുപോലെ ഇദ്ദേഹത്തിന് താങ്ങായി തണലായി എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യം. ഐ മീൻ സ്റ്റിക്ക്. അറിയാല്ലേ, കളിപ്പിക്കുക. ഒരു സ്റ്റിക്കുമെന്തി നടക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിലെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അതെ. മിസ്റ്റർ പെറ്റ്സൺ, അദ്ദേഹത്തെ സാധാരണഗതിയിലുള്ള മരണത്തിൽ പെടുത്താമോ? പെടുത്തണോ? പെടുത്തണോന്നോ? പെടുത്താം. പെടുത്തണ്ട അത്രേ ഉള്ളൂ. എന്തുവാണ് സാർ തീരുമാനിക്കുക? പെടുത്തണ്ടെന്നേ. പെടുത്തണ്ട അല്ലേ? പെടുത്തണ്ട. ഓക്കെ, പെടുത്തിയേക്കാം. നമ്മൾ പെടുത്താതിരിക്കേണ്ട വല്ല കാര്യമുണ്ട്? പെടുത്തുന്നതല്ലേ. ചിലപ്പോൾ പെടുത്താതിരുന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് വല്ല ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പെടുത്തി കഴിഞ്ഞാൽ ഭയങ്കര വിഷയവും. പെടുത്തണ്ട എന്നാണ് ഉത്തരം അല്ലേ? ഓക്കെ, പെടുത്തണം കേട്ടോ. പെടുത്തണം, അല്ലേ ശരിയാത്തില്ല. പെടുത്തണ്ടേ എന്നാണ് എൻ്റെ ചോദ്യം. പെടുത്തണ്ടെങ്കിൽ പിന്നെ പെടുത്തി. അദ്ദേഹത്തെ സാധാരണഗതിയിലുള്ള മരണത്തിൽ പെടുത്തി അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു സ്റ്റിക്കുമെന്തി നടക്കുന്ന, ഒരു കരണം തടിച്ചപ്പോൾ മറുകരണം കാണിച്ചു കൊടുത്ത അല്പവസ്ത്രധാരിയായ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എനിക്കറിയാം, എൻ്റെ മനസ്സിലുണ്ട്. പറയട്ടെ പേഴ്സൺ, മറ്റാരുമല്ല, ശ്രീ ഗോപാലകൃഷ്ണ ഗോഖലെ. കറക്റ്റ്? ഗോപാലകൃഷ്ണ ഗോഖലെയോ? എടാ, ഏത് കൊച്ചു പിള്ളേരോട് ചോദിച്ചാലും അറിയാം ഇത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണെന്നുള്ള കാര്യം. മനസ്സിലായോ? ഒരു പ്രാവശ്യം എനിക്ക് തെറ്റിപ്പോയി.